അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഗവൺമെന്റ് വിമൻസ് പോളിടെക്നിക് കോളേജിലെ ഡിപ്ലോമ കോഴ്സസ് ഏതൊക്കെ നോക്കാനും അതുപോലെ ഹൗ ടു ജോയിൻ എ ഡിപ്ലോമ കോഴ്സ് എങ്ങനെ നമുക്ക് ഡിപ്ലോമ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം എന്ന് നോക്കാനും വേണ്ടിയിട്ടാണ്. സോ ഡിപ്ലോമ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 3 ഇയർ കോഴ്സാണ്. 3 ഇയർ കോഴ്സിൽ നമ്മൾ 6 സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്താലാണ് ഡിപ്ലോമ കോഴ്സിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. ഒരു ഇയറിൽ ഫസ്റ്റ് സെം സെക്കൻഡ് സെം അങ്ങനെ സെക്കൻഡ് സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം, 1 ഇയർ കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ 3 ഇയർ കോഴ്സിന് 6 സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്താലാണ് 3 ഇയർ കോഴ്സ് ആയിട്ടുള്ള ഡിപ്ലോമ കോഴ്സിന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. പിന്നെ എങ്ങനെ 10th കഴിഞ്ഞ സ്റ്റുഡൻറ്റിന് ഡിപ്ലോമയിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ, +2 കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻറ്റിന് ഡിപ്ലോമയിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത്. 10th കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടിക്ക് ഡിപ്ലോമ കോഴ്സിലേക്ക് ഡയറക്റ്റ് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ +2 കഴിഞ്ഞിട്ടുള്ള കുട്ടിക്കും ഡിപ്ലോമ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. 10th +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഡിപ്ലോമ കോഴ്സിന്റെ ഫസ്റ്റ് ഇയറിലേക്കാണ് ജോയിൻ ചെയ്യാനുള്ള അവസരമുള്ളത്. ഇനി +2 സയൻസ് എടുത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിപ്ലോമയിലെ സെക്കൻഡ് ഇയറിലേക്ക് ഡയറക്റ്റ് ജോയിൻ ചെയ്യാവുന്നതാണ്. ആഫ്റ്റർ ഡിപ്ലോമ കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്ക് ബിടെക്കിലേക്ക് ജോയിൻ ചെയ്യാം. ബിടെക് ഞാൻ ഓൾറെഡി വീഡിയോ എടുത്തിട്ടുണ്ട്. ബിടെക്കിലേക്ക് ഡിപ്ലോമ കഴിഞ്ഞ സ്റ്റുഡൻറ്റിന് ഒന്നെങ്കിൽ ഫസ്റ്റ് ഇയറിലേക്ക് ഡയറക്റ്റ് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ലാറ്ററൽ എൻട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്റ് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡിപ്ലോമ കഴിഞ്ഞ സ്റ്റുഡൻറ്റിന് ലാറ്ററൽ എൻട്രി എക്സാം വഴി ബിടെക്കിലെ സെക്കൻഡ് ഇയറിലേക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. ഗവൺമെന്റ് വിമൻസ് പോളിടെക്നിക് കോളേജിൽ എത്ര ഡിപ്പാർട്ട്മെന്റ് അവൈലബിൾ ആണ്? 4 ഡിപ്പാർട്ട്മെന്റ് ആണ് കോളേജിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് IE എന്ന് പറയും, അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് CABM, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ EC, അതുപോലെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് EE. അങ്ങനെ ഫോർ കോഴ്സസ് ആണ് ഡിപ്ലോമ കോഴ്സസ് ആണ് ഗവൺമെന്റ് വിമൻസ് പോളിടെക്നിക് കോളേജിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാബ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ പ്രാക്ടിക്കൽ ചെയ്യാനും ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള സ്കില്ലിനെ ഇംപ്രൂവ് ചെയ്യാനും വേണ്ടി സഹായിക്കും. ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ ദ കോമ്പിനേഷൻ ഓഫ് ദി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിനെയാണ് നമ്മൾ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനോ കൺട്രോൾ ചെയ്യുക, മോണിറ്റർ ചെയ്യുക, മെഷർ ചെയ്യുക, അതാണ് ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ ആയിട്ട് ടെമ്പറേച്ചർ, പ്രഷർ, ഫ്ലോ, ലെവൽ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യുക, മോണിറ്റർ ചെയ്യുക, മെഷർ ചെയ്യുക, അതാണ് ഇൻസ്ട്രുമെന്റേഷനിൽ ഡീൽ ചെയ്യുന്നത്. നോക്കാൻ പോകുന്നത് അതർ ഫെസിലിറ്റീസ് ആണ്. ലാബ് ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു, അതുപോലെ തന്നെ ക്യാൻറ്റീൻ ഫെസിലിറ്റി, ജിം ഫെസിലിറ്റി, ലൈബ്രറി, അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഗവൺമെന്റ് വിമൻസ് പോളിടെക്നിക് കോളേജിൽ അവൈലബിൾ ആണ്. ഗവൺമെന്റ് വിമൻസ് പോളിടെക്നിക് കോളേജിൽ ഇൻസ്ട്രുമെന്റേഷൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് 60 സീറ്റാണ് അവൈലബിലിറ്റി ഉള്ളത്. അതുപോലെ തന്നെ പ്ലേസ്മെന്റ് സെല്ല് അവിടെ ആക്റ്റീവ് ആണ്. പ്ലേസ്മെന്റ് സെല്ലിലൂടെ കുട്ടികൾക്ക് GED, അതുപോലെ എങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്ലിയർ ചെയ്യാം, എങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം എന്നൊക്കെ പ്രീ പ്ലേസ്മെന്റ് ടോക്ക് വഴി പ്ലേസ്മെന്റ് സെല്ല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏതൊരു സ്റ്റുഡൻറ്റിനും ആഫ്റ്റർ ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഒരു ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് ബെനിഫിറ്റ് ആണ്. ഓൾറെഡി പറഞ്ഞല്ലോ, ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലിന്റെയും ഇലക്ട്രോണിക്സിന്റെയും കോമ്പിനേഷൻ എന്നാണെന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് 30% പഠിക്കാനുള്ളത് ഇലക്ട്രോണിക്സ് എന്ന ബ്രാഞ്ചാണ്. ബാക്കി 70% ആണ് നമ്മുടെ കോർ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് പഠിക്കാനുള്ളത്. ഇപ്പോൾ പ്രോസസ് കൺട്രോൾ, ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, അങ്ങനെ നമ്മുടെ ഇൻസ്ട്രുമെന്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോർ സബ്ജക്റ്റ് നമുക്ക് 70% ആണ് പഠിക്കാനുള്ളത്. ഇൻസ്ട്രുമെന്റേഷന്റെ അണ്ടറിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രാക്ടിക്കൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാബ്സ് അവൈലബിൾ ആണ്. ആ ലാബ് വഴി നമുക്ക് എന്താണ് ഇൻസ്ട്രുമെന്റേഷൻ എന്നതും അതുപോലെ തന്നെ എന്തൊക്കെയാണ് സ്കിൽ റിലേറ്റഡ് ടു ഇൻസ്ട്രുമെന്റേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ബിൽഡപ്പ് ചെയ്യാനും ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഇൻസ്ട്രുമെന്റേഷൻ കഴിഞ്ഞെന്നുണ്ടെങ്കിൽ 3 ഇയർ ഡിപ്ലോമ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റേഷൻ കോഴ്സ് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ജോബ് ഏതൊക്കെയാണെന്നുള്ളതാണ്. നമുക്ക് ടെക്നീഷ്യൻ ആയിട്ട് കയറാൻ പറ്റും, ജൂനിയർ എഞ്ചിനീയറിംഗ്, 4-in-1, അതുപോലെ ഓട്ടോമേഷൻ, റോബോട്ടിക്സ്, അങ്ങനെ ഓയിൽ ആൻഡ് ഗ്യാസ്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പനികളിലും നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ആഫ്റ്റർ ഡിപ്ലോമ ഇൻസ്ട്രുമെന്റേഷൻ എന്ന കോഴ്സ് കഴിഞ്ഞിട്ട്. കോളേജിലെ ഇൻസ്ട്രുമെന്റേഷൻ എന്ന ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ അതൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് ഞാൻ ചെറിയ ഫോട്ടോസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അവസാനം ഒരു വീഡിയോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.